ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ജോയൽ ജോൺസൺ, വളവ് മാർത്തോമ സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിൻ്റെ 251 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 132 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ തിരുനിവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, അതിൻ്റെ 7-ാം വാക്യം, നാം അവൻ്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിക്കുക. അങ്ങനെ നാം അവൻ്റെ നാമത്തിൽ നമസ്കരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യഹോവേ, നീ നിൻ്റെ ബലത്തിൻ്റെ പെട്ടകവുമായി നിൻ്റെ വിശ്രമത്തിലേക്ക് എഴുന്നള്ളണമേ. ദൈവത്തിൻ്റെ പെട്ടകം എഴുന്നള്ളിയിരിക്കുന്ന ഇടമാണ് ദൈവസന്നിധി. ആ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമുക്ക് ബലം പ്രാപിക്കുവാനായിട്ട് കഴിയും. ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്. 2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ദേവദാരു കൊണ്ട് പണിത ഒരു വലിയ കൊട്ടാരത്തിൽ അദ്ദേഹം പാർക്കുകയാണ്. അങ്ങനെ പാർക്കുന്ന സമയത്ത് ഒരു അസ്വസ്ഥത ദാവീദിന് അനുഭവപ്പെടുന്നു. എഫ്രാത്തിൽ ഒരു വനപ്രദേശത്ത് പെട്ടകം കണ്ടെത്തുന്നു. ദാവീദിന് ഉറക്കം വരുന്നില്ല. ഹൃദയത്തിൽ വലിയ വേദന. ഞാൻ ഇത്ര വലിയ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പെട്ടകം, അത് എഴുന്നള്ളിയിരിക്കുന്ന സ്ഥലം എത്ര മനോഹരമായിരിക്കണം. അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഇനി അത് ചെയ്യാതെ ഞാൻ ഉറങ്ങിയില്ല, കൂടാര വീട്ടിൽ കിടക്കുകയില്ല, ശയ്യമേൽ കയറി കിടക്കുകയില്ല എന്നിങ്ങനെ ഒരു വലിയ തീരുമാനം ദാവീദ് എടുത്തു. ഈ താല്പര്യവും ആഗ്രഹവും സർവശക്തൻ അംഗീകരിച്ചു. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് തിന്നുന്ന അനുഭവമുണ്ടായാൽ അത് ദൈവത്തിന് പ്രസാദമുള്ളതാണ്. ദൈവമക്കളായ നമുക്കും ഇതുപോലെ ആഗ്രഹം വേണം. ഇവിടെ ആലയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഇച്ഛിക്കുന്ന ഇടമാണ്. അത് നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളാകണം. അവൻ്റെ വിശുദ്ധ മന്ദിരമായി നമ്മുടെ ശരീരങ്ങളെ പണിയപ്പെടണം. കർത്താവെ, അങ്ങ് വസിക്കുന്ന അങ്ങയുടെ ബലത്തിൻ്റെ പെട്ടകവുമായി എഴുന്നള്ളുന്ന ഒരു ആലയമായി ഞങ്ങളെ തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ അശുദ്ധിയെ മാറ്റി ശുദ്ധീകരിച്ച് അങ്ങ് വസിക്കുന്ന ഇടമായി ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആമീൻ.